നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് SSC എക്സാംസ്, റെയിൽവേ, ബാങ്ക് എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. സോ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. നമ്മൾ അതിലെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. നമ്മളത് വായിച്ച് പിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് പേനയൊന്നും ഉപയോഗിക്കാതെ ഒട്ടും കൺഫ്യൂസ്ഡ് ആവാതെ എങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താ, വാട്ട് നമ്പർ ഈസ് എ കോഡ് ഫോർ കൺട്രി. സോ കൺട്രി എന്ന വേർഡിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങൾ കൂടുതലും പേരും ഇത് ചെയ്തിട്ടുണ്ടാവുന്നത് കൺട്രി ഉള്ള സെൻറ്റൻസ് നോക്കിക്കാണും. ഇവിടെ ഇന്ത്യ ഈസ് മൈ കൺട്രി ഉണ്ട്, അതിൻ്റെ കോഡ് നോക്കിക്കാണും. അതുപോലെ മൈ കൺട്രി 73. സോ അങ്ങനെ നോക്കിയിട്ടായിരിക്കും കൺട്രിയുടെ കോഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകുന്നത്. സോ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? ഏത് വരും നമ്മൾ എലിമിനേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടല്ലേ? സോ ഇതിൻ്റെ ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കണം. ഇവിടെ കൺട്രിയുടെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. സോ അതുകൊണ്ട് കൺട്രി ഇല്ലാത്ത സെൻറ്റൻസ് പിക്ക് ചെയ്യണം. എന്താ, കൺട്രിയുടെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. സോ കൺട്രി ഇല്ലാത്ത സെൻറ്റൻസ് ഞാനിവിടെ ചോദിച്ച് നോക്കിയപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി. സോ അതെടുക്കണ്ട. സാം ഈസ് മൈ ഫ്രണ്ട്, നമുക്ക് ആ ഒരു സെൻറ്റൻസ് പിക്ക് ചെയ്യാം. അതിൻ്റെ കോഡ് എന്താ വന്നേ? 8634. സോ 8634. അപ്പോൾ ഒരിക്കലും കൺട്രിയുടെ കോഡ് വരത്തില്ല. സോ അത് ഈ സാം ഈസ് മൈ ഫ്രണ്ട് ഇവരുടെ കോഡല്ലേ. അപ്പോൾ നമുക്ക് അതങ്ങ് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. സോ ഞാൻ നോക്കിയപ്പോൾ 8ഉം പോയി 3ഉം പോയി. 863 ഇത്രയും വരത്തില്ലല്ലോ. 8ഉം പോയി 3ഉം പോയി. ഇനി നമുക്ക് കൺട്രി ഇല്ലാത്ത നോക്കിയപ്പോൾ ടീം ഇന്ത്യ 5ഉം 9ഉം. അപ്പോൾ 5ഉം വരത്തില്ല 9ഉം വരത്തില്ല. ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ആയില്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? 7. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ. നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണെന്ന് നമ്മൾ നോക്കി. സോ നമുക്ക് കൺട്രി എന്ന വേർഡിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ കൺട്രി ഇല്ലാത്ത സെൻറ്റൻസ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് അതിൻ്റെ കോഡ് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ. ഇവിടെ ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഹിയറിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ നിന്ന് ഹിയർ ഇല്ലാത്ത സെൻറ്റൻസ് നമുക്ക് പിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഹിയർ വി ഗോ, അതെടുക്കണോ? വേണ്ട. സോ നെക്സ്റ്റ് സെൻറ്റൻസ് വി ക്യാൻ ഗോ, അപ്പോൾ അത് നമുക്ക് പിക്ക് ചെയ്യാം. വി ക്യാൻ ഗോ, അതിൻ്റെ കോഡ് ഡു മൂ അസ. അപ്പോൾ ഈ മൂന്ന് വാക്ക് എന്തായാലും ഹിയറിൻ്റെതല്ല. വി ക്യാൻ ഗോ, ഈ മൂന്ന് വേർഡിൻ്റെതായിരിക്കും ഈ തന്നിരിക്കുന്ന 3 വാക്ക്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡു മൂ അസ. ഓക്കെ, അതെ, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഈ ആദ്യത്തെ 3 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. നമുക്കൊരു ആൻസർ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ ഡി. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ലേ. നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ചോദിച്ചിരിക്കുന്ന ആരെയാണോ നോക്കി. ഹിയറിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. ക്വസ്റ്റ്യനിൽ നിന്ന് ഹിയർ ഇല്ലാത്ത സെൻറ്റൻസ് നമ്മൾ പിക്ക് ചെയ്ത് അതിൻ്റെ കോഡ് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ആരെയാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്സിജൻ്റെ കോഡാണ് വേണ്ടുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഓക്സിജൻ ഇല്ലാത്ത സെൻറ്റൻസ് പിക്ക് ചെയ്യും അല്ലേ. അങ്ങനെ ഞാൻ എന്താ ഇവിടെ നോക്കിയപ്പോൾ ഹ്യൂമൻസ് കട്ട് ഫോറസ്റ്റ്. സോ അതിൽ ഓക്സിജൻ ഇല്ലല്ലോ. 145 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 145 എലിമിനേറ്റ് ചെയ്യുമ്പം അവസാനത്തെ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ആയിപ്പോയി. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 1. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, ഇവിടെ കോഡ് കണ്ടുപിടിക്കേണ്ടത് റോസിൻ്റെ വേണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, റോസ് ഇല്ലാത്ത സെൻറ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയപ്പോൾ റോസ് ഈസ് ബ്യൂട്ടിഫുൾ, അപ്പോൾ അതെടുക്കണ്ട. ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, അപ്പോൾ അതിൻ്റെ കോഡ് എടുക്കും 749. ഈ 3ഉം എന്തായാലും വരത്തില്ല. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാം. 749. ഓക്കെ, അത് നോക്കിയപ്പോൾ നമുക്ക് 4 മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സെൻറ്റൻസ് നോക്കാം. സൺ ഈസ് ഹോട്ട്, അതിൽ റോസ് ഇല്ലല്ലോ. അപ്പം 6ഉം 5ഉം 3ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 6ഉം 5ഉം 3 എന്ന് പറയുമ്പോൾ 3 എലിമിനേറ്റ് ആയി, 5ഉം എലിമിനേറ്റ് ആയി. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ 2. പെട്ടെന്ന് കിട്ടിയില്ലേ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ചോദ്യത്തിൽ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ വിൽ ഹാഡ് ബി റിട്ടൺ. സോ ഹാഡിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്.
ഹാഡിൻ്റെ കോഡ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹാഡ് ഇല്ലാത്ത സെൻറ്റൻസ് പിക്ക് ചെയ്യണം. സോ ഫസ്റ്റിൽ ഗോ വെൻറ്റ് ഗോൺ, അതിൻ്റെ കോഡ് ഡാ മാ ഡോഫ്. അപ്പോൾ ഡാ മാ ഡോഫ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ നോക്കിയപ്പോൾ എനിക്ക് ഓപ്ഷൻ 4 മാത്രമേ എലിമിനേറ്റ് ആയുള്ളൂ. മാ എലിമിനേറ്റ് ചെയ്തില്ലേ. ഇനി നമുക്ക് ഹാഡ് ഇല്ലാത്ത സെൻറ്റൻസ് പിക്ക് ചെയ്യാം. ഇവിടെ നോക്കിയപ്പോൾ ഹീ ഹാഡ് ഗോൺ, അപ്പോൾ അതെടുക്കണോ? വേണ്ട. അതെ, ഹീ വാസ് ഗുഡ്, അപ്പോൾ അതിൻ്റെ കോഡ് എലിമിനേറ്റ് ചെയ്യാമല്ലോ. അതിൽ ഹാഡ് ഇല്ലല്ലോ, ഹീ വാസ് ഗുഡ്. സോ നാ ഗാക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. യെസ്, ഓപ്ഷൻ 1ഉം പോയി, ഓപ്ഷൻ 2ഉം പോയി. കായും പോയില്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 3. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ ആരെയാണ് വേണ്ടുന്നത് നോക്കുന്നു, അതില്ലാത്ത സെൻറ്റൻസ് നമ്മൾ പിക്ക് ചെയ്യുന്നു, അതിൻ്റെ കോഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഈ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഇത് നോക്കാം. യെസ്, നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒറ്റ വേർഡിൻ്റെ ഹിയർ, അതുപോലെ റോസ്, അങ്ങനെ ഒറ്റ വേർഡിൻ്റെ കോഡായിരുന്നു നമുക്ക് വേണ്ടുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഹൗ വിൽ ബ്ലിസ് ദി യൂത്ത്, ഈ 3 വാക്കിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് ഇതില്ലാത്ത വാക്ക്, ഇതില്ലാത്ത സെൻറ്റൻസ് നമുക്ക് പിക്ക് ചെയ്യണം. ബ്ലിസ് ദി യൂത്ത്, ഈ 3ഉം ഇല്ലാത്ത ഏതെങ്കിലും സെൻറ്റൻസ് ഉണ്ടോ? ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയപ്പോൾ സ്പേസ് ദി ബ്ലിസ്, അപ്പോൾ അതിനകത്ത് ഇത് പറ്റത്തില്ല. നെക്സ്റ്റ് സെൻറ്റൻസിലും ബ്ലിസ് ഉണ്ട്. ഓക്കെ, തേർഡ് സെൻറ്റൻസ് കണ്ടോ, റിവർ ലാസ്റ്റ് ഗോഡ്. സോ അതിൽ ഈ 3 വാക്കില്ലല്ലോ, ബ്ലിസ് ദി യൂത്ത് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അത് പിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കോഡ് വരുന്നത് CUGDAP. ഈ 3 എണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? അപ്പം അങ്ങനെ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ 1ൽ ഒരു CU ഉണ്ട്, അപ്പോൾ അത് പറ്റത്തില്ല. ഓപ്ഷൻ 2 ഓക്കെ, ഒന്നും കാണുന്നില്ല, നമുക്ക് വേറെ കൂടെ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ 3 നോക്കിയപ്പോൾ ദേ GD ഉണ്ട്, അപ്പോൾ അത് പറ്റുമോ? ഇല്ല, നമുക്ക് CU പറ്റത്തില്ല, GD പറ്റത്തില്ല, AP പറ്റത്തില്ല. ദേ ഓപ്ഷൻ 4ലും CU ഉണ്ട്, അപ്പോൾ അതും പറ്റത്തില്ല. നമ്മുടെ ഓപ്ഷൻ ഏത് തന്നെ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ ഇത്? ഇത് പേനയോ പേപ്പറോ എടുത്ത് നമുക്ക് കോഡ് എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓപ്ഷനിൽ നോക്കുക, ക്വസ്റ്റ്യനിൽ നോക്കുക, പെട്ടെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിൽ ആരെ കണ്ടുപിടിക്കേണ്ട? ഹൗ. ഹൗവിൻ്റെ കോഡാണ് വേണ്ടത്. സോ ഹൗ വേണമെങ്കിൽ ഹൗ ഇല്ലാത്ത ആളെ നോക്കണം അല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ വാട്ട് വെയർ ഹൗ, അപ്പോൾ അതെടുക്കണ്ട. അടുത്ത സെൻറ്റൻസ് നോക്കിയപ്പോൾ വെയർ ദെയർ ദാറ്റ്, അപ്പോൾ അത് എടുക്കാം. അപ്പം DD ZZ PP, അപ്പോൾ DU ഇസഡും പിയും വരുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷന് നോക്കിയപ്പോൾ ഇസഡ് വരുന്ന ഓപ്ഷൻ 4 മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് നോക്കാം ഹൗ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന്. ദേ വിച്ച് വാട്ട് ഹിയർ, അപ്പോൾ അതിൻ്റെ കോഡ് എന്താ തന്നേക്കുന്നത്? FFKKLL. സോ എഫും കെയും എല്ലും വരുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. KK എലിമിനേറ്റ് ആയി, FF എലിമിനേറ്റ് ആയി. സോ ആൻസർ ഏതാ? AA. പെട്ടെന്ന് കിട്ടിയില്ലേ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ആരെ കണ്ടുപിടിക്കണ്ടേ? സ്വീറ്റ്. ഇപ്പോൾ സ്വീറ്റ് ഇല്ലാത്ത സെൻറ്റൻസ് നോക്കാം. നേഹ ലൈക്സ് കേക്ക്, അപ്പോൾ 6, 9, 3 നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ഓപ്ഷനിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്വീറ്റ് ഇല്ലാത്ത വി ആർ ഗേൾസ്, അതിൻ്റെ കോഡ് എന്താ? 2, 5, 4. അപ്പോൾ അതിൽ ആരെ എലിമിനേറ്റ് ചെയ്യാം? 5ഉം പോവും, 2ഉം പോവും. അപ്പോൾ ആൻസർ ഓപ്ഷൻ D. പെട്ടെന്ന് കിട്ടിയില്ലേ? അടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പാന്തർ. പാന്തറിൻ്റെ കോഡാണ് വേണ്ടത്. അപ്പോൾ പാന്തർ ഇല്ലാത്ത സെൻറ്റൻസ് നോക്കിയപ്പോൾ ഫ്ലവേഴ്സ് ഗോ ബ്ലാക്ക്, അപ്പം ലാ വോ മു, ഇതിൽ 3ലും ഇത് 3 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷന് നോക്കിയപ്പോൾ ഓപ്ഷൻ D മാത്രമേ എലിമിനേറ്റ് ആയുള്ളൂ. ഇനി നമുക്ക് പാന്തർ ഇല്ലാത്ത വേറെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ഇവിടെ ബ്ലാക്ക് പാന്തർ ഡൈഡ്, ഇവിടെ പാന്തർ ഗോ റെഡ്. ഓക്കെ, ഇനി തന്നിട്ടുള്ള 2 സെൻറ്റൻസിലും പാന്തർ ഉണ്ട്. പാന്തർ ഇല്ലാത്ത സെൻറ്റൻസ് ഇല്ല, പക്ഷെ കുഴപ്പമില്ല. ഈ 2 സെൻറ്റൻസിലും ആര് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ? പാന്തർ മാത്രമല്ല കോമൺ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോഡുകളിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ആളെ നമുക്ക് എടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ സി മു ബി, ഇവിടെ ബി ലാഹോ, ഇതിൽ ആരാ കോമൺ ആയിട്ട് കാണുന്നത്? ബി. അപ്പോൾ ബി ആരുടെ കോഡായിരിക്കും? പാന്തറിൻ്റെ കോഡായിരിക്കും. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താം. കിട്ടിയില്ലേ? അടുത്ത് നോക്കിയാലോ. ഓക്കെ, ഇവിടെ കണ്ടെത്തേണ്ട കോഡ് സിയുടെ സി. അപ്പം സി ഇല്ലാത്ത സെൻറ്റൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ സി ഉണ്ട്, പിന്നെ നോക്കിയപ്പം ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. സോ അതിൻ്റെ കോഡ് 539. അപ്പോൾ അത് 3ഉം പോവും. അങ്ങനെ നോക്കിയപ്പോൾ 5 പോയി. അടുത്ത സി ഇല്ലാത്തത് പിക്ചേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, 967. 967 പോയി കഴിഞ്ഞാൽ ആൻസർ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ 1, 8.
സിയുടെ കോഡ് അപ്പോൾ വരുന്നത് 8 ആണ്. കിട്ടിയില്ലേ? അടുത്ത് നോക്കാം. സോ ഇവിടെ അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയുടെ കോഡാണ്. ആൽഫ ഇല്ലാത്തത് നോക്കണം. ഫസ്റ്റില് ബെറി മാംഗോ. ഓക്കെ, അപ്പോൾ സിയും സായും വരുമോ? ഇല്ല, അത് ബെറിയുടെയും മാംഗോയുടെയും ഇവരാരെങ്കിലും കോഡായിരിക്കും. അപ്പോൾ സിയും സായും കളയാം നമുക്ക്. യെസ്, ഇനി ആൽഫ ഇല്ലാത്ത നോക്കുമ്പോൾ ഇവിടെ ഒരു ബെറി ടാങ്കോ ഉണ്ട്. അപ്പം സിയും അവറും പോവും. അതെ, ഓപ്ഷൻ 3യും പോയി. ആൻസർ ഏതാ അപ്പോൾ വരുന്നത്? ഓപ്ഷൻ 4. പെട്ടെന്ന് കിട്ടിയില്ലേ? അടുത്ത് നോക്കിയാലോ. സോ നമുക്ക് ഈ ചോദ്യത്തിൽ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? യുവിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടുന്നത്. സോ തന്നിട്ടുള്ള രണ്ട് സെൻറ്റൻസ് നോക്കുമ്പോൾ ക്യാൻ യു സ്പീക്ക്, യു വർക്ക് ഹാർഡ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? യു ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ തന്നിരിക്കുന്ന കോഡുകളിലും കോമൺ ആയിട്ടുള്ള ആയിരിക്കത്തില്ലേ യുവിൻ്റെ കോഡ്? സോ ഞാൻ രണ്ട് നോക്കിയപ്പോൾ രണ്ടിടത്തും SQ ഉണ്ട്. സോ യുടെ കോഡ് ആരായിരിക്കും? SQ. ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. ഈസി അല്ലേ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇതും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓയുടെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കൗസ് ഓയിലി, രണ്ടിലും ആരുണ്ട് കോമൺ ആയിട്ട്? ഓ ഉണ്ട്. സോ രണ്ട് കോഡിലും കോമൺ ആയിട്ടുള്ള ആരാണുള്ളത്? 5. ബാക്കി ഈ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റിൽ കാണുന്ന 793 അതിവിടെ ഇല്ലല്ലോ. 5 മാത്രമല്ല ഉള്ളൂ രണ്ട് നമ്പറിലും കോമൺ ആയിട്ടുള്ളത്. സോ അപ്പോൾ ഓയുടേത് 5 ആണ് വരുന്നത്. അടുത്ത് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വിയുടേതാണ് വേണ്ടത്. വി, ഡ്രൈവില് വി ഉണ്ട്. ഓക്കെ, ഈ റൈറ്റ്സ് കണ്ടോ? ഡ്രൈവിലുള്ള വി ഒഴിച്ച് ബാക്കിയല്ല ഡി, ആർ, ഐ, ഇ അതിവിടെ കാണുന്നുണ്ട്. ഡി ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട്, ഇ ഉണ്ട്. സോ വിയുടെ ഏതോ ഒരു നമ്പർ, വിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ഈ കോഡിലുണ്ടല്ലോ. സോ അതെവിടെ കാണത്തില്ല? റൈറ്റ്സിൽ കാണത്തില്ല. നമ്മൾ നോക്കിയാൽ മതി ഇതിലുള്ള ഏത് നമ്പറാണ് ഇതിലില്ലാത്തത് നോക്കിയാൽ മതി. സോ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതെ 9 കണ്ടോ? 9 ഇവിടെ ഇല്ലല്ലോ. അപ്പം നമുക്ക് വിയുടെ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. 9 ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ എന്താ ചോദിക്കുന്നത്? എസിൻ്റെതാണ് വേണ്ടത്. സൈറ്റിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. സൈറ്റിൽ എസ് ഒഴിച്ച് ബാക്കി IGHT അതിവിടെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഉള്ള ആരാണ് ഈ കോഡിൽ ഇല്ലാത്തത് നോക്കാം. അങ്ങനെ നോക്കിയപ്പോൾ 6 കണ്ടോ? 6 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ എസിൻ്റെ കോഡ് എന്തായിരിക്കും? 6 ആയിരിക്കും. എളുപ്പമല്ലേ ഇത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. അവനുള്ള വേർഡ് നോക്കണം, അതിൻ്റെ കോഡ് നോക്കണം. സോ അതിലുള്ള ഏത് നമ്പറാണ് മറ്റ് തന്നിരിക്കുന്ന നമ്പറിൽ ഇല്ലാത്തത് നോക്കണം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഐ വാണ്ട് ടു ബിക്കം ഗ്രാജുവേറ്റ് എന്നുള്ള അത് അതിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് കണ്ടോ? സ്കൂൾ എഡ്യൂക്കേഷൻ ഈസ് ഫ്രീ ഇൻ ഇന്ത്യ, അതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ ഈസ് കോസ്റ്റ്ലി. അതിൻ്റെ കോഡും തന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്കൂളിൽ 1, 2, 3, 4, 5, 6 ആൽഫബറ്റ് അല്ലേ സ്കൂളിലുള്ളത്. സോ ആ 6 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ 3, 3, 6, 3, 9 ഉണ്ട്. അതുപോലെ ഈസിൻ്റെ 2, ഫ്രീയുടെ 4, ഇന്നിൻ്റെ 2, ഇന്ത്യയുടെ 5. സോ ആ രീതിക്കാണ് ഇവിടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ അപ്പോൾ എന്തോ വരും? ഐയുടെ 1, അതുപോലെ വാണ്ടിൻ്റെ 4, അങ്ങനെ 1, 4 തുടങ്ങുന്ന ഏതാണ്? ഓപ്ഷൻ 3. ഇങ്ങനെ പാറ്റേൺ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എക്സാമിന് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. നമ്മളിത് മോക്ക് എഴുതുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം, അത് റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.